നമസ്കാര സുഹൃത്തുക്കളെ, ഞാൻ സജിത് നമ്പ്യാർ. സ്പീക്ക് ടു ഇൻസ്പയറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കൂട്ടുകെട്ട് മാറിയാൽ ജീവിതം മാറും എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. നമ്മൾ ആരോടൊപ്പമാണ് നടക്കുന്നത്, അവർ തന്നെയാണ് നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും ജീവിതത്തിന്റെ ദിശയെയും സ്വാധീനിക്കുന്നത് എന്ന് മനസ്സിലാക്കി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അവസരങ്ങൾ കാത്തിരിക്കരുത്, അവസരങ്ങൾ സൃഷ്ടിക്കൂ. സുഹൃത്തുക്കളെ, പലരും ജീവിതത്തിൽ ഒരു വലിയ അവസരം വരാൻ കാത്തിരിക്കുന്നു. പക്ഷേ വിജയിക്കുന്നവർ അവസരം വരുന്നവരെ കാത്തിരിക്കില്ല. അവർ തന്നെയാണ് അവസരങ്ങൾ സൃഷ്ടിക്കുന്നത്. അവസരങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നു? സുഹൃത്തുക്കളെ, ഒരു കാര്യം ഓർക്കുക. അവസരങ്ങൾ ആകാശത്ത് നിന്ന് വീഴുന്നില്ല. അവ നമ്മുടെ തയ്യാറെടുപ്പിൽ നിന്നാണ് ജനിക്കുന്നത്. ഓരോ പുതിയ കഴിവും ഒരു പുതിയ അവസരമാണ്. ഓരോ പുതിയ ബന്ധവും ഒരു പുതിയ അവസരമാണ്. ഓരോ പുതിയ ശ്രമവും ഒരു പുതിയ അവസരത്തിന്റെ തുടക്കമാണ്. വിജയിക്കുന്നവർ പരാതി പറയാൻ സമയം കളയുന്നില്ല. അവർ പരിഹാരം കണ്ടെത്താൻ സമയം കണ്ടെത്തുന്നു. വിജയത്തിന്റെ 3 അടിസ്ഥാന തത്വങ്ങൾ. 1. മൂല്യം സൃഷ്ടിക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം സൃഷ്ടിക്കാൻ കഴിയുന്ന ആളെ അവസരങ്ങൾ എന്നും തേടിയെത്തും. ആദ്യം മൂല്യം നൽകൂ, വിജയം പിന്നീട് നിങ്ങളെ തേടിയെത്തും. 2. കഴിവ് വളർത്തുക. അവസരങ്ങൾ തയ്യാറായിരിക്കുന്നവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഓരോ ദിവസവും ഒരു പുതിയ കഴിവ് പഠിക്കൂ, അത് നിങ്ങളുടെ നാളത്തെ അവസരമാകും. 3. നെറ്റ്വർക്ക് വികസിപ്പിക്കുക. പുതിയ ആളുകളെ പരിചയപ്പെടൂ, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കൂ. ഒരു നല്ല പരിചയം ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരമായി മാറാം. അവസരങ്ങൾ സൃഷ്ടിക്കാൻ 5 മാർഗങ്ങൾ. 1. പുതിയ കാര്യങ്ങൾ പഠിക്കൂ. പഠനം നിർത്തിയാൽ വളർച്ചയും നിൽക്കും. 2. ചെറിയ അവസരങ്ങളെ വിലമതിക്കൂ. വലിയ വിജയങ്ങൾ ചെറിയ അവസരങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. 3. പ്രശ്നങ്ങളിൽ അവസരം കാണൂ. മറ്റുള്ളവർ പ്രശ്നം കാണുന്നിടത്ത് വിജയികൾ അവസരം കാണുന്നു. 4. പ്രവർത്തനം തുടങ്ങൂ. പൂർണ്ണമായ സമയം വരാൻ കാത്തിരിക്കരുത്. ഇന്നു തന്നെ ആദ്യ ചുവട് വയ്ക്കൂ. 5. ഒരിക്കലും ഉപേക്ഷിക്കരുത്. ആദ്യ ശ്രമം പരാജയപ്പെട്ടാലും അടുത്ത ശ്രമം നിങ്ങളുടെ ജീവിതം മാറ്റിയേക്കാം. സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായികളിൽ ഒരാളായ ധീരുഭായ് അംബാനിയുടെ ജീവിതം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. പക്ഷേ അദ്ദേഹം ജനിച്ചത് സമ്പന്ന കുടുംബത്തിലല്ല. ഒരു സാധാരണ അധ്യാപകന്റെ മകനായിരുന്നു. ചെറുപ്പത്തിൽ യമനിൽ ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്തു. വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ പണവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നു. ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ശേഷം വളരെ ചെറിയ തോതിൽ വ്യാപാരം തുടങ്ങി. പലരും പറഞ്ഞു ഇത് വിജയിക്കില്ല. പക്ഷേ അദ്ദേഹം അവസരങ്ങൾ വരാൻ കാത്തിരുന്നില്ല. ഓരോ പ്രശ്നത്തിലും ഒരു വലിയ അവസരം കണ്ടു. ഓരോ വെല്ലുവിളിയിലും ഒരു പുതിയ വഴി കണ്ടെത്തി. അങ്ങനെ ചെറിയ വ്യാപാരം ക്രമേണ ഒരു വലിയ വ്യവസായ സാമ്രാജ്യമായി വളർന്നു. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനത്തിന്റെ അടിത്തറ ഒരു മനുഷ്യന്റെ സ്വപ്നവും അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള മനോഭാവവുമാണ്. സുഹൃത്തുക്കളെ, ഓർക്കുക, വിജയിക്കുന്നവർ അവസരങ്ങൾക്കായി കാത്തിരിക്കില്ല, അവർ അവസരങ്ങൾ സൃഷ്ടിക്കും. നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങൾ ആദ്യം അവസരം സൃഷ്ടിക്കുന്ന ദിവസം മുതലായിരിക്കും. ഇന്നത്തെ ചലഞ്ച്: ഇന്ന് നിങ്ങൾ എഴുതൂ, എനിക്ക് ഇന്ന് തന്നെ സൃഷ്ടിക്കാനാവുന്ന ഒരു അവസരം എന്താണ്. അതെഴുതി ഇന്ന് തന്നെ ആദ്യ ചുവട് വയ്ക്കൂ. സുഹൃത്തുക്കളെ, ഓർക്കുക, അവസരങ്ങൾ കാത്തിരിക്കുന്നവർ സമയം നഷ്ടപ്പെടുത്തും. അവസരങ്ങൾ സൃഷ്ടിക്കുന്നവർ ചരിത്രം സൃഷ്ടിക്കും. അതിനാൽ കാത്തിരിക്കരുത്, പഠിക്കൂ, പ്രവർത്തിക്കൂ, മുന്നോട്ടു പോവൂ. നിങ്ങളുടെ ഏറ്റവും വലിയ അവസരം ഇന്ന്, ഈ നിമിഷം
നിങ്ങളുടെ മുന്നിലായിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ വാക്കുകൾക്ക് ജീവിതം മാറ്റാൻ കഴിയുമോ എന്ന ശക്തമായ വിഷയവുമായി വീണ്ടും കാണാം. ഞാൻ സജിത് നമ്പ്യാർ, സ്പീക്ക് ടു ഇൻസ്പയർ. നന്ദി, നമസ്കാരം.